പിണറായി വിജയന്റെ പോലീസ് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ പെരുങ്കള്ളനെന്നും അയ്യപ്പന്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചതിൽ പ്രധാന ആളാണെന്നും മനസ്സിലായ പത്മകുമാർ CPMന്റെ മുൻ MLA ജയിലിൽ കിടക്കുമ്പോഴും CPM ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. പക്ഷേ ഒരു കേസോ പരാതിയോ ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ ചിലർ നിലവിളി കൂട്ടുകയാണ്. അതിനുവേണ്ടി CPM നിയോഗിച്ച ചില മാധ്യമ പ്രവർത്തകർക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ വായിലിരിക്കുന്നത് നന്നായി ഇന്ന് കേട്ടു. ആരോപണം ഉയർന്നപ്പോൾ തന്നെ പരാതിയോ കേസോ ഇല്ലാതിരുന്നിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ, അതും ഒരു MLA ആയിട്ട് പോലും ഒരാളെ ആ നിമിഷം തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ്. എന്നാൽ ഈ മുൻ MLAയെ ഒരു വാക്കു പറയാൻ പിണറായിക്കോ ഗോവിന്ദനോ കഴിഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു മോഷണക്കേസിൽ പെട്ടിട്ടും പറഞ്ഞാൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ അവരുടെ പേരും പത്മകുമാർ പറയും എന്നുറപ്പാണ്. അങ്ങനെയുള്ളവരാണ് മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന് സതീശനോട് ചോദിച്ചത്. ഒരാൾക്കെതിരെ 2 തവണ നടപടിയെടുക്കുന്ന ജാലവിദ്യയെക്കുറിച്ച് അറിയില്ല എന്നാണ് VD സതീശൻ പറഞ്ഞ് മനസ്സിലാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് എന്നായിരുന്നു VD സതീശൻ പറഞ്ഞത്. ഒരേ കാര്യത്തിന് 2 തവണ നടപടിയെടുക്കാൻ പറ്റുമോ എന്നും നടപടി ഇപ്പോഴും നിലനിൽക്കുകയാണെന്നും സതീശൻ പറഞ്ഞു കൊടുത്തിട്ടും പിണറായി അയച്ച ചില മാധ്യമത്തിലെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് അവർക്ക് ഉത്തരവുമില്ല. CPM ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് മൃദു സമീപനമാണെന്നും നടപടിയെടുക്കാത്തത് CPM നേതാക്കൾക്കെതിരെ മൊഴി നൽകുമെന്ന് പേടിച്ചിട്ടാണെന്നും VD സതീശൻ പറഞ്ഞതോടെ മാധ്യമ പ്രവർത്തകരുടെ വാക്കുകൾ അടങ്ങി. കേന്ദ്ര ഏജൻസി അന്വേഷിക്കാത്തതിനാൽ ബിരിയാണി ചെമ്പ് പോലെ ആകില്ല ഈ അന്വേഷണമെന്ന് വിശ്വാസമുണ്ടെന്നും VD സതീശൻ പറഞ്ഞിരിക്കുന്നു. ഏതായാലും വലിയ തകർച്ചയിൽ നിൽക്കുമ്പോൾ പണ്ട് BJP കളിക്കുന്നൊരു കളിയുണ്ട് രാഷ്ട്രീയത്തിൽ, വർഗീയ കാർഡ്. അത് ഇറക്കാറുണ്ടായതുപോലെ ഇപ്പോൾ ചീഞ്ഞു നാറുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ CPMനും സർക്കാരിനും ഇപ്പോൾ പറയാൻ ഒരു രാഹുൽ മാങ്കൂട്ടം മാത്രമേയുള്ളൂ. അങ്ങനെ ശബരിമലയിൽ മോഷണം നടത്തിയ കള്ളന്മാർക്കെതിരെ പ്രതിഷേധമുയരുമ്പോൾ അതിനെയും ഇതുകൊണ്ട് മറച്ചുവെക്കാൻ കഴിയുമോ എന്നാണ് നോക്കിയത്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ചോദ്യത്തോടെ പണി പാളി എന്ന് തന്നെ പറയാം. VD സതീശൻ്റെ വാക്കുകൾ കേട്ടു നോക്കാം. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ? അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലല്ലോ. പാർട്ടി നേതൃത്വം യുനാനിമസായി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? ഒരേ കാര്യത്തിന് ഞങ്ങളൊരു നടപടി എടുത്തില്ലേ? ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു. ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ? 2 CPM നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണ്ണക്കള്ള നടത്തിയതിന് ജയിലിലാണ്. മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? മിണ്ടുന്നില്ലല്ലോ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി. മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ്. വെറും മോഷണമല്ല, അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലിലാണ്. അവർക്കെതിരെ ഒരു നടപടി എടുത്തോ? അതിൻ്റെ അർത്ഥം എന്താ? അവരെ സംരക്ഷിക്കുകയാണ് എപ്പോഴും, അല്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ചുമതലയുള്ള ആളല്ലേ? ജയിലിലല്ലേ നേതാക്കന്മാർ 2 പേര്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ 2 പേരും. വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. പത്മകുമാർ പണ്ട് VS പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് VSൻ്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ ആളാണ് പത്മകുമാർ. ഈ 2 പേരും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ നിൽക്കുകയാണ്. എന്നിട്ടൊരു പാർട്ടി കുട പിടിച്ചു കൊടുക്കുക. അപ്പോൾ പാർട്ടിക്ക് പങ്കുണ്ടോ? അതാണ് അതിൻ്റെ അർത്ഥം. നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അവർ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നുള്ള പേടിയാണ്. അതാണ് അല്ലേ പേടി? അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഈ ചോദ്യം MV ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരത് ചോദിക്കാത്തവരോട്? മോഷണ കേസിൽ പ്രതിയായിട്ട് 2 പേര് ജയിലിൽ കിടന്നിട്ട് എന്നിട്ടൊരു വിഷയം വന്നപ്പോൾ നടപടിയെടുത്ത ഞങ്ങളോട് അതേ കാര്യത്തിൽ ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്? ആ കാര്യം ഞങ്ങൾ ക്ലിയറാണ്. ഒരാൾ
അതെ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അതിലെല്ലാം UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വീട് കയറിയുള്ള പ്രചരണമുണ്ട്. അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുമോ? നിങ്ങൾ ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം KPCC പ്രസിഡന്റോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല. അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചോ. സംഘടനാപരമായ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ, പങ്കെടുക്കാൻ കഴിയുമോ? നിങ്ങളത് KPCC പ്രസിഡന്റിനോട് ചോദിക്കും. ഞാൻ പറയാൻ പാടില്ല. KPCCയാണ് നടപടി എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഞാനല്ല അത് പറയേണ്ട ആള്. അത് KPCC പ്രസിഡന്റ് പറയേണ്ടത്. ഭരണം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാകുന്നത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് തരുമ്പോൾ അത് മോശം ഇമ്പാക്ട് അല്ലേ ഉണ്ടാക്കുക? ഇപ്പൊ കേരളം മുഴുവൻ 2 മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് CPM വോട്ട് തേടുന്നത് ആണല്ല. അത് ചോദിക്കുക അവരോട്. ഞാൻ ഇതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനാ ഞങ്ങളോട്. എന്താ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എൻ്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ബഹളം ഉണ്ടാക്കല്ലേ, അത്ര ആവശ്യം കാണിക്കില്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ മറുപടി പറയല്ലേ. ഒറ്റ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടിയെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി. ഇനി ഒന്നുമില്ല, നത്തിങ് മോർ.